ഒരു ബൈപോളാർ സിസ്റ്റം ആയിരുന്നു. ഇടയ്ക്കൊരു 64 ഒരു ട്രൈപോളാർ ഉണ്ടായിരുന്നെങ്കിലും അത് പെട്ടെന്ന് തന്നെ അങ്ങ് പൊട്ടിപ്പോയി. PSP കേരള കോൺഗ്രസ് അങ്ങനെയൊക്കെ വന്നിട്ട് 64 ഇലക്ഷനിലും കണ്ടാണെന്ന് തോന്നുന്നു, അത് പൊട്ടിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബൈപോളാർ സിസ്റ്റത്തിലേക്കാണ് നമ്മളതിന് ശേഷം ഇങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ബൈപോളാർ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്തേക്ക് വാജ്പേയി ഗവൺമെൻറ് വരുന്നു കേരളത്തിൽ. എന്നാൽ പോലും അതിനെ ഒരു ട്രൈപോളറായിട്ട് നമ്മളത് കണക്കാക്കിയുമില്ല, ഗണിച്ചതുമില്ല. പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് ഇങ്ങോട്ട് വന്നു, മോഡിയുടെ ഗവൺമെൻറ് വരുന്നു. മോഡിയുടെ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു ഇതിനകത്തൊരു നേരത്തെ സ്പേസിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ശരിക്ക് BJPക്ക് അങ്ങനെ ഒരു സ്പേസ് കൊടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങളാണ് ആ സ്പേസ് കൊടുത്തത്. ജനങ്ങളല്ല ആദ്യം സ്പേസ് കൊടുത്തത്, മാധ്യമങ്ങൾ കൊടുത്തു. ഇപ്പോൾ ഒരു ചർച്ച, 1 മണിക്കൂർ ചർച്ച, ടെലിവിഷൻ ചാനലിലെ ചർച്ചയ്ക്ക് CPMൻ്റെ ഒരു പ്രതിനിധി, UDFൻ്റെ അല്ല CPMൻ്റെ പ്രതിനിധി, കോൺഗ്രസിൻ്റെ പ്രതിനിധി, BJPയുടെ പ്രതിനിധി. ശരിക്കും പറഞ്ഞാൽ ചർച്ചയുടെ ആ തുടക്കകാലഘട്ടത്തിൽ അത് അനർഹമായ ഒരു സ്പേസാണ് അവർക്ക് കൊടുത്തിരുന്നത്. കാര്യം ഇവർ രണ്ടുപേരുടെയും പാർട്ടിയുടെ അടിത്തറ വെച്ച് നോക്കിക്കഴിയുമ്പോഴത്തേക്കും BJPക്ക് അന്ന് അടിത്തറ ഇല്ലായിരുന്നു. പക്ഷേ അവർ കാലാനുക്രമത്തിൽ അവർ വളർച്ചയ്ക്ക് കാരണമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലുള്ള ഈ ന്യൂനപക്ഷ പ്രീണനം, മറ്റേ EMS ജീവിച്ചിരുന്നപ്പോൾ EMSൻ്റെയും പിന്നെ VSൻ്റെയും ഒക്കെ കാലത്തെന്ന് പറഞ്ഞാൽ ഈ ന്യൂനപക്ഷ വർഗീയത, ഭൂരിപക്ഷ വർഗീയതയെ പോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും എതിർക്കപ്പെടേണ്ടതാണ് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടൊക്കെ പിന്നീട് ആ നയത്തിലൊക്കെ വെള്ളം ചേർക്കപ്പെടുകയും ന്യൂനപക്ഷ വർഗീയതയല്ല, ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ ആവശ്യമില്ലാത്ത ഒരു തട്ടിൽ നിന്നുകൊണ്ടുള്ള പ്രീണനമെന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു അവർക്ക് അനുകൂലമായെന്നോ ഒക്കെ ഉള്ള ഒരു സംസാരവും കാര്യങ്ങളും പ്രവൃത്തിയുമൊക്കെ ഉണ്ടായി. ന്യൂനപക്ഷ വർഗീയത പിന്നെ ഭൂരിപക്ഷ വർഗീയത. അപ്പോൾ ന്യൂനപക്ഷ വർഗീയതയുടെ ആ പ്ലാറ്റ്ഫോമിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ഭൂരിപക്ഷ വർഗീയതയുടെ പേരിൽ BJPയുടെ വളർച്ച. അത് ദേശീയ തലത്തിലും കേരളത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അല്ലാതെ BJPയുടെ വേറൊരു ഐഡിയോളജിക്കലായിട്ടുള്ള വേറൊരു കാര്യമൊന്നും കാണാനില്ല. അവരൊരു ഹിന്ദു ഭൂരിപക്ഷം എന്നൊക്കെ മോഡി അവസാനം പറഞ്ഞിട്ട് എന്നെ ദൈവം അയച്ചതാണ്, രാമക്ഷേത്രം നിർമ്മിച്ചിട്ട് അടുത്തതെന്ന് പറഞ്ഞാൽ എന്നെ ദൈവം അയച്ചതാണെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഞാൻ ദൈവമാണെന്നും കൂടെ പറഞ്ഞാൽ എനിക്ക് അതുപോലെ ഞാൻ ദൈവമാണെന്നും ചിലപ്പോൾ അതൊന്നും പറഞ്ഞുകൂടായികയില്ല നമുക്ക്. അപ്പോൾ ആ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും 2 ത്രാസിലിട്ട് നിൽക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ കേസുകളുടെ കാര്യത്തിലായാലും, ഇപ്പോൾ ശബരിമലയുടെ കേസുകളിലായാലും, പൗരത്വ രജിസ്റ്ററിൻ്റെ കേസുകളിലായാലും അതൊക്കെ സർക്കാരിൻ്റെതായ ചില അങ്ങനെ ആ സർക്കാർ അല്ലെങ്കിൽ CPM ന്യൂനപക്ഷ വർഗീയതയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് ആരെങ്കിലും ചിന്തിച്ചു പോയാൽ ചില കാര്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചില എലിമെൻറ്റ്സ് അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ BJPയുടെ കാര്യം പറയുമ്പോൾ അതിനകത്ത് BJPയുടെ വളർച്ചയുടെ കാര്യം പറയുമ്പോൾ അതിനെ CPMൻ്റെ കാര്യമായിട്ട് കൂട്ടിക്കെട്ടി വേണം അതിനെ കാണേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം CPMൻ്റെ വോട്ട് ബാങ്ക്, അത് തുടക്കം മുതൽ കേരളത്തിലെ കാര്യം, CPMൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഹിന്ദു വോട്ട് ബാങ്കാണ് CPMൻ്റെ. അപ്പോൾ അതിൽ സവർണരുണ്ട്, പിന്നെ അവർണരുണ്ട്. സവർണറിൽ തന്നെ മലബാറിലൊക്കെ നോക്കിയാൽ നമ്പ്യാർ, നമ്മളിങ്ങോട്ട് വന്നാൽ നായർ, അങ്ങനെയൊക്കെ ഉള്ളത്, പിന്നെ ഈഴവർ, ദളിത്. അതിൽ തന്നെ ഏറ്റവും വലിയ ചങ്ക് എന്ന് പറയുന്നത് ഈഴവരായിരുന്നു അതിൻ്റെ ഒരു CPM വോട്ട് ബാങ്കിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പം CPM ഭാഷയിൽ പറഞ്ഞാൽ അവർ വേറെ കർഷക തൊഴിലാളി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു മാർസിയൻ ഭാഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിങ്ങനെ ഇതിനെ കാണുന്നത്, അപ്പം സ്വാഭാവികമായിട്ട് കർഷക തൊഴിലാളികളിൽ വരുന്നത് ദളിതരും നമ്പ്യാരന്മാർ കർഷക തൊഴിലാളികളായിട്ട് പോകുന്നില്ലല്ലോ, നായർ പോകുന്നില്ലല്ലോ. അപ്പം നായർ എന്ന് പറയുന്നത് CPMൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഒരു വർഗ ബഹുജന സംഘടന, പോഷക സംഘടന എന്ന് പറയാൻ പാടില്ല, ഞങ്ങൾ പറയുന്നതാണ് ശരി, വർഗ ബഹുജന സംഘടന എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയൻ 2 പേര്. അപ്പോൾ കർഷക സംഘം എന്ന് പറയുമ്പോഴത്തേ കർഷകരുടെ സംഘടന,
കർഷക സംഘടനയിൽ നമ്മൾ നോക്കിയാൽ തിരുവനന്തപുരത്തെ കാര്യം എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ വേറെ നിങ്ങൾ പിന്നെ കൊല്ലത്തെ കോട്ടയത്തെ എവിടെ അതിനകത്ത് നായർ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ് നിൽക്കുന്നത്. കർഷക തൊഴിലാളികളെടുത്താൽ ഈഴവരും ദളിതരും ഒക്കെ ഉണ്ടത്. അപ്പോൾ ഏറ്റവും ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈഴവരും ദളിതരും. അത് കഴിഞ്ഞേ വരുന്നുള്ളൂ ഈ സവർണ ഇതിൽപ്പെട്ടവർ വരുന്നത്, അതിലേ വരുന്നുള്ളൂ. അപ്പം ഈ സവർണരിൽ തന്നെ ഇപ്പോൾ നായർ അങ്ങനെയൊക്കെ ആ ജാതിയിൽ മെജോറിറ്റി എന്ന് പറയുന്നത്, മെജോറിറ്റി ആ ഗ്രൂപ്പിലെ മെജോറിറ്റി എന്ന് പറയുന്നത് കാലാകാലങ്ങളായി കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. അത് ഇപ്പോൾ ഒരു വിമോചന സമരകാലം മുതൽ NSSൻ്റെ ഒരു നിലപാടൊക്കെ എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ അന്ന് മുതൽ നായർ സമുദായം കോൺഗ്രസിൻ്റെ കൂടെ അവർ ഒരേ സമയം NSS ആയിരിക്കുകയും ഒരേ സമയം കോൺഗ്രസ് ആയിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം NSSൻ്റെ പരിപാടികൾക്ക് NSS, കോൺഗ്രസ് ഇലക്ഷൻ വരുമ്പോഴത്തേക്കും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നു. അങ്ങനൊരു ഇതാണ് കുറേ കാലമായി വന്നുകൊണ്ടിരുന്നത്. അപ്പം ഈഴവരെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈ BDJS രൂപീകരിക്കുന്നു. BDJS രൂപീകരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നില്ല, അതിനകത്തൊരു BJPയുടെ അനുഗ്രഹാശിസുകളോടെയും അവരുടെ മറ്റ് സഹായത്തോടു കൂടിയാണ് BDJS എന്ന പാർട്ടി രൂപവൽക്കരിക്കുന്നത്. BDJSൻ്റെ പ്രവർത്തകരെന്ന് പറഞ്ഞാൽ ഈഴവ സമുദായമാണല്ലോ. അപ്പോൾ അതിനകത്ത് രാഷ്ട്രീയമുള്ളവരും രാഷ്ട്രീയമില്ലാത്തവരൊക്കെയാണ്. പക്ഷേ നല്ലൊരു പങ്ക് ഈ പിന്നെ തിരുവിതാംകൂറിലും തെക്കൻ തിരുവിതാംകൂറിലും, പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂറിലുമുള്ള പാർട്ടിയുടെ അനുഭാവികൾ ആദ്യം BDJSലേക്ക് പോകുന്നു. എനിക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ബോധ്യമുള്ള കാര്യം, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയിലൊക്കെ ഉള്ള ആളുകൾ വരെ BDJSൻ്റെ ഭാരവാഹിയായിട്ട് ഈ നെയ്യാറ്റിൻകര ഭാഗത്തൊക്കെ പോയിട്ടുണ്ട്. ഈ ചിറയൻകീഴ് താലൂക്കിലല്ല, അത് ഏറ്റവും കൂടുതൽ ദൃശ്യമായത് നെയ്യാറ്റിൻകര താലൂക്കിലാണ്. അവിടെയൊക്കെ പോയിട്ടുണ്ട്, ബ്രാഞ്ച് തലങ്ങളിൽ അങ്ങനെയൊക്കെ അണികൾ മാത്രമല്ല. അപ്പോൾ അതൊരു എറോഷൻ എന്ന് പറയാം. അത് അങ്ങോട്ട് പോയിട്ട് ഇത് കുറച്ച് വൈകിയാണെങ്കിൽ CPM നേതൃത്വം തിരിച്ചറിയുകയും, അപ്പോൾ ആ സമയത്ത് ആണെന്ന് തോന്നുന്നു ഈ ചെങ്ങന്നൂർ ബൈ ഇലക്ഷൻ വരുന്നത്. ചെങ്ങന്നൂർ ബൈ ഇലക്ഷന് മുന്നോടിയായിട്ട് ഈ BDJSൽ പോയ പാർട്ടി പ്രവർത്തകരെയും പാർട്ടി അനുഭാവികളെയും തിരിച്ചു വരാനായിട്ട് അവരൊരു ആക്ഷൻ പ്ലാൻ CPM തയ്യാറാക്കുകയും അതിൻ്റെ ചുമതല, ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്ന ചുമതല MV ഗോവിന്ദനെയാണ് ഏൽപ്പിച്ചത്. MV ഗോവിന്ദൻ ഈ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കുറേ അതിൽ പാർട്ടി അതൊരു വിജയം കൈവരിച്ചു എന്നാണ് പിന്നീടുണ്ടായ സംസ്ഥാന കമ്മിറ്റിയൊക്കെ വിലയിരുത്തിയത്. അപ്പം ഈ BJP മോഡി വന്ന്, അല്ലെങ്കിൽ മോഡിക്ക് മുമ്പ് വാജ്പേയി ഇരിക്കുമ്പോൾ തന്നെ ഈ ഈഴവ സമുദായത്തിലെ ഒരു ക്രീമി ലെയർ, ആ വിഭാഗത്തിൽപ്പെട്ടവർ പെട്ടെന്ന് ഇതിലേക്ക് ആകർഷിക്കപ്പെടുകയും അവർ ആ BJP ആയിട്ട് സമരസപ്പെട്ട് അവരുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് നിൽക്കാൻ തുടങ്ങി. കേരളത്തിൽ BDJS വന്നപ്പോഴത്തേക്കും അതിൻ്റെ താഴത്തെ രണ്ടാമത്തെ തട്ട്, മൂന്നാമത്തെ തട്ടൊക്കെ പോയി. അപ്പം ഈ പറഞ്ഞതുപോലെ MV ഗോവിന്ദൻ അങ്ങനെ ഒരു ഇത് നടത്തി എങ്കിൽ പോലും അത് ഇങ്ങോട്ട് വരികയും പിന്നീട് അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്തു. അപ്പം ഇതിൻ്റെ ആ കൊഴിഞ്ഞു പോക്ക് തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ NSSൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന, കോൺഗ്രസിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന നായർ സമുദായത്തിന് പുറമെ CPMൻ്റെ വോട്ട് ബാങ്കിൽ പെടുന്ന നായർ സമുദായത്തിൽ നിന്നും എറോഷൻ ഉണ്ടായി. അത് പാർട്ടി ലെവലിലല്ല, പാർട്ടി വോട്ടർമാരിൽ ഒരു പങ്ക് എറോഷൻ ഉണ്ടായി. പിന്നെ ദളിതർ CPMലൂടെ നമുക്ക് മോചനമില്ല എന്ന് കുറച്ചാളെങ്കിലും ചിന്തിച്ചതുകൊണ്ടാണല്ലോ കേരള പുലയർ മഹാസഭയും അതുപോലുള്ള ദളിത് സംഘടനകളും ആദിവാസി സംഘടനകളൊക്കെ മറ്റ് സ്വതന്ത്ര സംഘടനകൾ ഒരുപാട് വന്ന് പൊട്ടിപ്പുറപ്പെട്ടതും അവരുടെയൊക്കെ പിന്നെ സമരങ്ങളുമൊക്കെ ഉണ്ടായത്. അപ്പം അവിടെ ദളിതരുടെയും ഒരു പങ്ക് അപ്പുറത്തോട്ട്, ഞാൻ പറഞ്ഞത് വലിയ പങ്കായിട്ടല്ല പറയുന്നത്, പക്ഷേ അതിൽ ഞാൻ എടുത്തു പറയുന്ന ഈഴവരിലൊരു നല്ല പങ്ക് പോയിട്ടുണ്ട്, ദളിതരുടെയും പോയി. അപ്പോൾ ഈ പറയുന്ന എറോഷനാണ് ഈ BJPയിലേക്കുള്ള. ഇപ്പം ഈ ആറ്റിങ്ങിൽ നടന്നത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ഇനി അതിൻ്റെ കണക്കുകളൊക്കെ വെച്ച് പോയി ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി വൈസായിട്ടുള്ള കണക്കുകളെ വന്നിട്ടുള്ളൂ. അതിന് കുറച്ചുകൂടെ താഴോട്ടുള്ള ബൂത്ത് ലെവൽ കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോഴാണ് അത് എത്രത്തോളം ഈ പറഞ്ഞതുപോലെ ഒരു ട്രാൻസ്ഫർമേഷൻ വോട്ട് കമ്മ്യൂണിറ്റി വൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്. അപ്പോൾ അവിടെയൊക്കെ ശരിക്കത് എന്ന് പറഞ്ഞാൽ വി മുരളീധരൻ സ്ഥാനാർത്ഥിയാവും നേരത്തെ നിശ്ചയിച്ചതാണല്ലോ. അപ്പോൾ വി മുരളീധരൻ പിന്നെ അന്നേ ശിവഗിരി മഠത്തിൻ്റെ ആളായിട്ട് നിൽക്കുകയും ശിവഗിരി മഠത്തിന് ഈ ടൂറിസം സർക്യൂട്ട് അത് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രോജക്റ്റുകളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്ത് അന്ന് ഒക്കെ വലിയ വാർത്തയൊക്കെ ആയി വന്നതാണ്. പക്ഷേ
അതിൻ്റെ ആ സ്വാധീനത്തിൻ്റെ ഫലമായിട്ടൊന്നും തന്നെ കരുതണം. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ശിവഗിരി മഠം വി മുരളീധരന് അനുകൂലമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിച്ചു. ജില്ലാ സെക്രട്ടറിയായ ജോയി എന്തിനാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് തിരഞ്ഞെടുത്തത്? അപ്പുറത്ത് നിൽക്കുന്ന അടൂർ പ്രകാശ് എന്ന് പറയുന്നത് പിന്നെ SNDP യോഗവുമായി എന്താ പറയുന്നത്, അവരുടെ പിന്തുണയുള്ള ആളല്ല. ശരിക്കും പറഞ്ഞാൽ SNDP യോഗമാണ് അടൂർ പ്രകാശിൻ്റെ അച്ഛൻ്റെ കാര്യം എടുത്താലും അടൂർ പ്രകാശിൻ്റെ കാര്യം എടുത്താലും ഇതാണ്. അപ്പോൾ അവിടെ ആ ഭാഗത്ത് ആ ആറ്റിങ്ങൽ കോൺസ്റ്റിറ്റ്യുവൻസിൽ ഈഴവരുടെ വോട്ടിലൊരു വലിയ വ്യത്യാസം വന്നു. ഇവിടെ തിരുവനന്തപുരത്താണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ടുകളും പിന്നെ മുസ്ലിം വോട്ടുകളുമെല്ലാം ശശി തരൂരിനോടൊപ്പം നിന്നു. അതേസമയം കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ, ലാറ്റിൻ വോട്ടുകൾ രാജീവ് വോട്ടിൻ്റെ ഒരു നല്ലൊരു പങ്ക് രാജീവ് ചന്ദ്രശേഖരന് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ശശി തരൂർ രക്ഷപ്പെട്ടത് ഇങ്ങനെ ആ തീരപ്രദേശത്തുള്ള വലിയതുറ ആ ഭാഗത്തൊക്കെയുള്ള അവിടെ ഒന്നും BJPക്കൊന്നും എത്തി നോക്കാനോ അവിടെ ഒന്നും കയറി പിടിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പക്ഷേ ഇതൊന്നും CPM ഗോവിന്ദൻ അവസാനം പറഞ്ഞത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് വന്ന് ഞങ്ങളിത് പരിശോധിക്കും, തിരുത്തും എന്നൊക്കെ പറഞ്ഞു. തിരുത്തിയ രേഖകളും തിരുത്തൽ നിർദ്ദേശങ്ങളൊക്കെ AK സെൻട്രൽ അലമാരയിൽ കുറേ നാളായിട്ട് ഇരിപ്പുണ്ട് അവിടെ. അതൊന്നും നടപ്പിലാക്കിയിട്ടില്ല. നടപ്പിലായാൽ ഈ പ്രശ്നങ്ങളൊന്നും ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അത്തരം നിർദ്ദേശങ്ങളല്ല. പിന്നെ എവരൊരു എന്താ പറയുന്ന പരമ്പരാഗതമായ രീതി 100% പരമ്പരാഗതമായ രീതിയിലാണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നതിന് അഭിപ്രായപ്പെടാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴും പല കാര്യങ്ങളിലും ഇപ്പോൾ കമ്മിറ്റിയുടെ പിന്നെ ഫങ്ഷനിങ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും ഇപ്പോൾ ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിൽ ഏതാണ്ട് 1200 1000-നും 1500-നും ഇടയ്ക്ക് കുടുംബയോഗങ്ങളെ വിളിച്ചു. കുടുംബയോഗങ്ങളൊക്കെ പണ്ടേ തുടങ്ങിയതാണ്. കുടുംബയോഗം വിളിച്ചാൽ വോട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് പാർട്ടിയുടെ CPMൻ്റെ സഹായം ലഭിച്ചവരും സഹായം ലഭിക്കേണ്ടുന്നവരുമായ ആളുകളൊക്കെ പോയി, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം പോയി കുടുംബയോഗങ്ങളിലൊക്കെ ഇരിക്കും. അതൊക്കെ വോട്ടായിട്ട് മാറുമെങ്കിൽ ഇത്തരം പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ ഇലക്ഷൻ വിലയിരുത്തൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് ആരും ഒരു എതിർ ശബ്ദം ഉണ്ടാവില്ല. ശരി നമുക്ക് അങ്ങനെയെന്നൊക്കെ പറഞ്ഞു പോകാം. ശരിക്കും പറഞ്ഞാൽ കാലത്തിന് യോജിച്ച തരത്തിലെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഈ ഇലക്ഷൻ അനാലിസിസ് നടത്താൻ, വിലയിരുത്തൽ നടത്താൻ, എവിടെ പാളിച്ച പറ്റി അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കാൻ ഇത് പ്രൊഫഷണൽ ഗ്രൂപ്പുകളെ തന്നെ ഏൽപ്പിക്കണം. ഇതിനൊക്കെ ഉള്ളൊരു പ്രൊഫഷണൽ ഗ്രൂപ്പുകൾ ഉണ്ടാവണം. അവർ വിലയിരുത്തണം എവിടെയാണ് എന്താണ് അതിനെ കമ്പാർട്ട്മെൻറ്റുകളാക്കി തിരിച്ചിട്ട് റെമഡി പാർട്ടി കണ്ടെത്തിട്ടെ. അല്ലാതെ ഇതൊന്നും അങ്ങനൊരു പിന്നെ കോൺഗ്രസ് ഞങ്ങൾ തിരുത്തും മറ്റേതാണ് പരിശോധിക്കും. പിന്നെ തൃശ്ശൂർ നടന്ന് എത്ര തിരഞ്ഞെടുപ്പിൽ തോറ്റ് വലിച്ച് കീറി ഇത് ചോറിലൊട്ടിച്ചിട്ട് എന്ത് നടപടി ഉണ്ടായിട്ടുണ്ട്? ഒരു തിരുത്തലും ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇപ്പുറത്തും ഒരു തിരുത്തലുണ്ട്. പിന്നെ ആരുടെയെങ്കിലുമൊക്കെ ഇപ്പം VSൻ്റെ തിരഞ്ഞെടുപ്പ് പരാജയ സമയത്ത് അവിടെ പഴനിക്കെതിരെ നടപടിയുണ്ടായി, വേറെ ചില ആളുകളുടെ പേരിൽ നടപടിയുണ്ടായി. അതൊക്കെ വളരെ വലിയ തലയെടുപ്പുള്ള ആളുകളുടെയൊക്കെ ഇലക്ഷൻ പരാജയത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആരെങ്കിലും ബലിയാടാക്കി കൊടുക്കുമെന്നുള്ളതല്ലാതെ കോർ ഇഷ്യൂ എന്താണ്, ഇതിനകത്തൊരു കോർ ഇഷ്യൂ എന്താണ്, മുന്നണി എന്നുള്ള നിലയിൽ, പാർട്ടി എന്നുള്ള നിലയിൽ എന്താണ് പരാജയത്തിന് കാരണമായ ആധാരമായ വിഷയങ്ങൾ എന്നുള്ള നിലയിൽ വളരെ ശാസ്ത്രീയമായ അപഗ്രഥനം നടത്തണം. ഇപ്പോൾ ഈ ഞാൻ പറയുന്നത് കാലത്തിനൊത്ത് മാറുക എന്ന് പറഞ്ഞാൽ ഈ തിരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞാൽ ദേശീയ തലത്തിൽ മോഡി ഗവൺമെൻറ്റിനെതിരെ, BJPക്കെതിരെ, മോഡിക്കെതിരെ ഒറ്റയാൾ പട്ടാളം കോൺഗ്രസ്, ശരി ഒരു ലെവൽ വരെയൊക്കെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയൊക്കെ ഫൈറ്റ് ചെയ്ത് അതിൻ്റെ സഖ്യമൊക്കെ ഉണ്ടാക്കി. പക്ഷേ ഒരു ഒറ്റയാൾ പട്ടാളം എന്ന രീതിയിൽ പോരാടിയ ധ്രുവ് രതി നമുക്ക് വിട്ടുകളയാൻ പറ്റുമോ? പുള്ളിയുടെ വീഡിയോ, പുള്ളിയുടെ എത്ര മില്യണാണ് അത് കാണുന്നത്. അപ്പോൾ അത് ആളുകളെ സ്വാധീനിക്കും. ഞാൻ പറയുന്ന അത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്ന, തലത്തിൽ ജീവിക്കുന്ന അവരെയൊക്കെ അത് സ്വാധീനിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഈ തിരഞ്ഞെടുപ്പിൽ, കേരളത്തിലെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായോ? ഒരു CPMനെ സഹായിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനെ സഹായിക്കുന്ന, കോൺഗ്രസിനെ അടിച്ചിരുന്ന, BJP അടിച്ചിരുന്ന എന്തെങ്കിലും സാധനം ഉണ്ടായോ? ആകെ ഉണ്ടായത് മറ്റേ വടകരയാണ്. വടകര ഉണ്ടായത് ആകെ അലമ്പായി, കാഫിർ പ്രയോഗമൊക്കെ ആകെ അലമ്പായി, നശിച്ച് നാമാവശേഷമായി. അതുകൊണ്ട് തിരുത്തലൊന്നുമില്ല. തിരുത്തലെന്തോന്ന് ഏത് റൂളറാണ് തിരുത്തിയിട്ടുള്ളത്? ഏത് റൂളർ തിരുത്തിയിട്ടുണ്ട്? ലോക ചരിത്രം എടുത്ത് നോക്കിയാൽ ഒരു ഭരണാധികാരി, രാജാവായാലും ശരി, ജനാധിപത്യം വന്നിട്ട് ജനാധിപത്യത്തിലുള്ളൊരു പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി ആരും തിരുത്തിയിട്ടില്ല. കാര്യം അയാൾ ചെയ്യുന്നു, ഞാനാണ് ശരി, ഞാൻ ചെയ്യുന്നതാണ് ശരി,
അപ്പം ശരിയെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്, അയാൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. അപ്പം പിന്നെ അത് റിസൾട്ടിൽ അതിനകത്ത് എതിരായിട്ട് വരുമ്പോഴത്തേക്ക് എന്നാലും പുള്ളി ചെയ്തതാണ് ശരി, അത് തെറ്റാണെന്ന് ഒരു റൂളറും സമ്മതിച്ചു കൊടുക്കില്ല.